ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പിക്ക് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ രാത്രിയത്തേക്ക് ചപ്പാത്തി അല്ല ദോശയും കോളിഫ്ലവറും ആയിരുന്നു. ദോശ ഗോതമ്പിൻ്റെ ദോശ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ കോളിഫ്ലവർ നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യൂബായിട്ടായിരുന്നു സവാളയും പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ തക്കാളിയും നമ്മൾ കുനുകുനാന്ന് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഉണ്ട്. നമുക്ക് ഇഞ്ചിയും വേണമെങ്കിൽ ഇടാം, വേറെ ക്യാപ്സിക്കം നമുക്കിടാം. പിന്നെ നമ്മൾ മൈദാമാവും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗരം മസാല, ഞാൻ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല കണക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ബാറ്ററാക്കി എടുക്കാം. ഈ ഒരു പരുവം വരെ നമുക്കൊന്നുണ്ട്. ഇതിലോട്ട് നമ്മളിനി വേവിച്ച് ഊറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവറാണ് ആഡാക്കി കൊടുക്കേണ്ടത്. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ കോളിഫ്ലവർ നമുക്ക് അതിലോട്ടൊന്ന് ആഡാക്കി കൊടുത്തതിന് ശേഷം നല്ല കണക്കൊന്ന് മിക്സ് ചെയ്ത് ഇതേ കണക്ക് എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ല കണക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല കണക്ക് ഫ്രീ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കോരിയിട്ട് അതേ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ബട്ടറാണ് ആഡാക്കി കൊടുക്കുന്നത്. ആ ബട്ടറൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളിയാണ് ആഡാക്കി കൊടുക്കുന്നത്. ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി നമുക്ക് ആഡാക്കി കൊടുക്കാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ആഡാക്കാത്തത്. ആഡാക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ സവാള ഒന്ന് ആഡാക്കി കൊടുക്കും. ഇത് നല്ല മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ക്യാപ്സിക്കവും ആഡാക്കി കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് തക്കാളി ആഡാക്കി കൊടുക്കാം. പിന്നെ എൻ്റെ കുറച്ച് ക്യാപ്സിക്കം ഉള്ളായിരുന്നു, അതാണ് ഇത്ര ഇട്ട്. ഇനി ഉണ്ടെങ്കിൽ നല്ല കണക്കിടാം. പിന്നെ നമ്മളിത് നല്ല വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് മസാലാസൊക്കെ ഇട്ട് സോസ് എല്ലാം ഒഴിച്ച് പിന്നെ കോളിഫ്ലവർ ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മല്ലിയില ഒഴിക്കുമ്പോൾ നമ്മുടെ കറി സെറ്റാവും. ബാക്കി വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു ഈ മസാലയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ആഡാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസ് ആഡാക്കാം. എത്രത്തോളം ആഡാക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.